ലീഗൽ പ്രസത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയിൽ വന്ന ഒരു റിട്ട് ഹർജിയും അതിലെ സുപ്രധാനമായ ഉത്തരവുമാണ് ഇന്ന് എൻ്റെ കയ്യിലുള്ളത്. നമ്മുടെ നാട്ടിൽ ആൾതാമസമില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന ധാരാളം പുരയിടങ്ങൾ കാണാം. ഇത്തരം സ്ഥലങ്ങളിൽ കാടും പുല്ലും വളർന്ന് അവിടെ വിഷപ്പാമ്പുകളുടെയും എലി, പന്നി, കുറുക്കൻ തുടങ്ങിയ ജീവികളുടെ താവളമായാൽ പിന്നെ ചുറ്റും താമസിക്കുന്നവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഇങ്ങനെ അയൽവസ്തുവിൽ നിന്നുള്ള വിഷപ്പാമ്പുകളുടെ ഉപദ്രവം സഹിക്കാനാകാതെ ഒരാൾ പഞ്ചായത്തിൽ പരാതി നൽകുകയാണ്. പഞ്ചായത്ത് അധികൃതർ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് പരാതിക്കാരനെ കളിയാക്കി വിടുകയാണ്. അങ്ങനെയാണ് പരാതിക്കാരൻ ഹൈക്കോടതിയിൽ എത്തുന്നത്. നമ്മുടെ ഇടയിൽ ഇതേ പ്രശ്നം നേരിടുന്ന എല്ലാവരുടെയും രക്ഷകനാകുകയാണ് ഈ പരാതിക്കാരൻ. എന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാം ജീവിതം മാറ്റിമറിക്കുന്ന ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റായി മാറുകയാണ് ഈ വിധിന്യായം. ഇനി അഭിഭാഷകരും നിയമ വിദ്യാർത്ഥികളും ഈ വിധി അവരുടെ ലൈബ്രറിയിൽ സൂക്ഷിക്കും. ഈ സുപ്രധാനമായ വിധിന്യായത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഹർജിക്കാരൻ തന്റെ വൃദ്ധരായ മാതാപിതാക്കൾക്കൊപ്പം ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ് താമസിക്കുന്നത്. അവരുടെ താമസ സ്ഥലത്തിന് തൊട്ടടുത്തായി ഉപേക്ഷിക്കപ്പെട്ട ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നു. അത് പൂർണ്ണമായും മരങ്ങളും കാട്ടുപുല്ലുകളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞതാണ്. ഈ സ്ഥലം വിഷപ്പാമ്പുകളുടെ വിഹാര കേന്ദ്രമാണ് എന്ന് മാത്രമല്ല, പ്രജനന കേന്ദ്രം കൂടിയാണ്. അതുകൊണ്ട് ഹർജിക്കാരനും കുടുംബത്തിനും മനസമാധാനമായി ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഹർജിക്കാരൻ ഒരു സാധാരണ കുടുംബാംഗമാണ്. അവർ ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ പോർട്ടൽ വഴി ഒരു പരാതി സമർപ്പിക്കുകയാണ്. ആ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആ സ്ഥലത്തെ ഗ്രാമപഞ്ചായത്തിന് അയച്ചു കൊടുക്കുകയാണ്. പഞ്ചായത്തിന്റെ അന്വേഷണത്തിൽ പരാതിക്കാരന്റെ അവസ്ഥ അവർക്ക് മനസ്സിലാകുകയാണ്. പക്ഷേ സ്ഥലത്തിന്റെ ഉടമയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന മുടന്തൻ ന്യായം പറഞ്ഞ് പരാതി പൂഴ്ത്തിവെക്കുകയാണ്. വീണ്ടും പരാതിക്കാരൻ പഞ്ചായത്തിനെ സമീപിച്ചപ്പോൾ പരാതി വില്ലേജ് ഓഫീസർക്ക് കൈമാറി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വില്ലേജ് ഓഫീസർക്കും പരാതിയിൽ ന്യായമായ തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഹർജിക്കാരന്റെ പരാതി അവസാനിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഹർജിക്കാരൻ സങ്കട നിവൃത്തിക്ക് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. സാഹചര്യത്തിന്റെ ഗൗരവം പഞ്ചായത്ത് കണക്കിലെടുത്തില്ല എന്നും ഹർജിക്കാരന്റെയും മാതാപിതാക്കളുടെയും ജീവന് ഗുരുതരമായ ഭീഷണിയുണ്ടെന്ന വസ്തുത ഉപേക്ഷയോടുകൂടി പഞ്ചായത്ത് കണ്ടു എന്നുമാണ് കോടതിയിൽ വന്ന ഹർജിയിൽ പറഞ്ഞത്. തെക്കേക്കര വില്ലേജ് ഓഫീസർ, മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് എന്നിവർ ഈ റിട്ട് ഹർജിയിലെ എതിർകക്ഷികളാണ്. ഹൈക്കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുന്നു. വില്ലേജ് ഓഫീസർ ഹാജരായി, പഞ്ചായത്ത് കോടതിയിൽ ഹാജരായില്ല. പഞ്ചായത്തിന്റെ നിലപാടിനെ കോടതി ഇങ്ങനെ വിലയിരുത്തി: ഈ വിഷയം ഒരു പൗരന്റെ ഒരു സാധാരണ പരാതിയാണ്. കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്തിന്റെ ഉടമയെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് പഞ്ചായത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പഞ്ചായത്ത് ചെയ്തത് പരാതി വില്ലേജ് ഓഫീസർക്ക് കൈമാറുക മാത്രമാണ് ചെയ്തത്. ഈ മനോഭാവത്തെ കോടതി വിമർശനാത്മകമായി കാണുകയാണ്. ശല്യം നിലനിൽക്കുന്ന വസ്തുവിന്റെ ഉടമയെ അറിയില്ല എന്ന കാരണത്താൽ പഞ്ചായത്തിന് അതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറാനാകില്ല എന്ന് കോടതി പറഞ്ഞു. ഒരു പൗരന്റെ ജീവൻ അപകടത്തിലാകുമ്പോൾ ആ അപകടാവസ്ഥ സത്വരമായി ഒഴിവാക്കാൻ അധികാരികളുടെ ഭാഗത്തുനിന്ന് വേഗത്തിലുള്ള നടപടി ആവശ്യമാണ്. അതിനാണ് പൗരന്റെ കയ്യെത്തും ദൂരത്ത് സ്വതന്ത്രമായ അധികാരത്തോടുകൂടി ഒരു ഭരണനിർവഹണ സംവിധാനം നമ്മുടെ രാജ്യം ഒരുക്കിയിരിക്കുന്നത്. ഒരു വസ്തുവിന്റെ ഉടമയെ കണ്ടുപിടിക്കുന്നതിനുള്ള സംവിധാനമൊക്കെ പഞ്ചായത്തിനുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. പൗരന്റെ ജീവൻ അപകടത്തിലാകുമ്പോൾ അതിൽ സത്വരമായി ഇടപെടുന്നതിനുള്ള അധികാരങ്ങളും നിയമം നൽകിയിട്ടുണ്ട്. 1994 കേരള പഞ്ചായത്ത് രാജ് ആക്ടിലെ 239, 238 എന്നീ വകുപ്പുകളാണ് ഹൈക്കോടതി ഇപ്പോൾ നോക്കുന്നത്. ഈ വകുപ്പുകൾ പ്രകാരം പഞ്ചായത്തിന് അതിന്റെ അന്തർലീനമായ അധികാരങ്ങൾ പ്രയോഗിക്കാൻ കഴിയുന്നതാണ്. ഈ വകുപ്പുകൾ ഇവിടെ ചെറുതായി ഒന്ന് പരിചയപ്പെടാം. 238 അപകടകരമായ മരങ്ങൾ വെട്ടിമാറ്റുന്നതും വേലികളും മരങ്ങളും വെട്ടിമാറ്റുന്നതും സംബന്ധിച്ച മുൻകരുതലുകൾ. ഏതെങ്കിലും മരമോ മരത്തിന്റെ ശാഖയോ ഭാഗമോ ഏതെങ്കിലും മരത്തിന്റെ ഫലങ്ങളോ വീഴാൻ സാധ്യതയുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് കണ്ടെത്തുകയാണ് എന്നിരിക്കട്ടെ. ഇവിടെ മരത്തിന്റെ പഴങ്ങളും ഇലകളും ഒക്കെ വരുന്നുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ വീഴുന്നത് വഴി ആർക്കെങ്കിലും അപകടം വരുന്നു എന്ന് കരുതുക. അല്ലെങ്കിൽ മരം വീഴുന്നത് വഴി ഏതെങ്കിലും കെട്ടിടത്തിന് അപകടം വരുന്നു എന്ന് കരുതുക. അല്ലെങ്കിൽ മരം വീഴുന്നത് വഴി ആരുടെയെങ്കിലും കൃഷിക്ക് ദോഷം വരുന്നു എന്ന് കരുതുക. ആദ്യത്തേത് ജീവൻ അപകടം, രണ്ടാമത്തേത് കെട്ടിടത്തിന് അപകടം, മൂന്നാമത്തേത് കൃഷിക്ക് നാശം. ഇങ്ങനെ 3 വിധത്തിലുള്ള നാശനഷ്ടങ്ങളിൽ ഏതെങ്കിലും വരുമെന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ഉടൻ തന്നെ ഒരു നോട്ടീസ് പുറപ്പെടുവിക്കണം. അതിൽ പ്രസ്തുത വൃക്ഷത്തിന്റെ ഉടമയോട് ആ വൃക്ഷം വെട്ടിമാറ്റാനോ ശിഖരങ്ങൾ വെട്ടി സുരക്ഷിതമാക്കാനോ അതിന്റെ ഫലങ്ങൾ നീക്കം ചെയ്യാനോ ഒക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആവശ്യപ്പെടണം. നിയമത്തിലെ സെക്ഷൻ 238(1)(b) നോക്കാം.
അടിയന്തര നടപടി ആവശ്യമാണെങ്കിൽ നോട്ടീസ് ഒന്നും കൂടാതെ തന്നെ പഞ്ചായത്തിന് സത്വര നടപടി എടുക്കാം. എന്നുവെച്ചാൽ പ്രസ്തുത മരം പഞ്ചായത്തിന് നേരിട്ട് വെട്ടിമാറ്റാം. അല്ലെങ്കിൽ അപകടം തടയാൻ ഉചിതമെന്ന് തോന്നുന്ന മറ്റ് താൽക്കാലിക നടപടികൾ സ്വീകരിക്കാം. അങ്ങനെ ചെയ്യുന്നതിന് ചിലവുണ്ടാകുമല്ലോ. ഉടമയാണ് ആ ചെലവ് വഹിക്കേണ്ടത്. ഉടമ അത് തരാൻ തയ്യാറായില്ലെങ്കിൽ പഞ്ചായത്തിന് ഉടമയിൽ നിന്നും അത് റിക്കവറി ചെയ്ത് ഈടാക്കാവുന്നതാണ്. സെക്ഷൻ 210 ഇതിനെക്കുറിച്ച് പറയുന്നത്. ജംഗമ സാധനങ്ങൾ ജപ്തി ചെയ്തുകൊണ്ടാണ് പഞ്ചായത്തുകൾ തുക ഈടാക്കിയെടുക്കുന്നത്. ജംഗമം എന്ന് വെച്ചാൽ വാഹനം, ഫർണിച്ചർ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒക്കെ വരും. കൂടുതൽ തുകയുണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് കോടതി വഴി ഈടാക്കിയെടുക്കാം. ഭൂമി ജപ്തി ചെയ്യേണ്ടി വന്നാൽ ജില്ലാ കളക്ടർ വഴി ഭൂമി ജപ്തി ചെയ്യാം. ഇനി നിയമത്തിലെ സെക്ഷൻ 238 1C എന്താണെന്ന് നോക്കാം. ഇവിടെ കുടിവെള്ളത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ അഭിപ്രായത്തിൽ ഏതെങ്കിലും മരമോ അതിന്റെ ശാഖയോ ഒരു കിണറിന്റെയോ ടാങ്കിന്റെയോ കുടിവെള്ളത്തിന് മലിനീകരണം ഉണ്ടാക്കുന്നുവെങ്കിൽ ഗ്രാമപഞ്ചായത്തിന് ആ മരത്തിന്റെ ഉടമയോട് ആ മരമോ ശാഖയോ വെട്ടിമാറ്റാൻ നോട്ടീസ് വഴി ആവശ്യപ്പെടാം. എന്ന് മാത്രമല്ല, സെക്ഷൻ 238 സബ് ക്ലോസ് 2 പ്രകാരം സെക്രട്ടറിക്ക് അറിയിപ്പ് കൂടാതെ തന്നെ ഇനി പറയുന്ന മുൻകരുതൽ നടപടികൾ എടുക്കാം. ചെലവായ തുക നേരത്തെ പറഞ്ഞ രീതിയിൽ ഈടാക്കിയെടുക്കാം. ഇതാണ് മുൻകരുതൽ നടപടികൾ. ഒരു പൊതുതെരുവിന്റെ അതിർത്തിയിൽ സ്വകാര്യ വ്യക്തികൾ ഒരു മതിൽ അല്ലെങ്കിൽ വേലി കെട്ടുന്നു എന്ന് കരുതുക. അതിന്റെ ഉയരം അത് സമീപത്തെ റോഡുകളുടെ നിരപ്പിൽ നിന്ന് അനുവദനീയമായ ഉയരത്തിൽ കവിയരുത്. അങ്ങനെ കവിയുന്ന ഉയരം നോട്ടീസ് കൊടുക്കാതെ പൊളിച്ചു നീക്കാം എന്നാണ് പറയുന്നത്. കാരണം ആ മതിൽ അല്ലെങ്കിൽ വേലി തകർന്നു വീണ് റോഡിൽ കൂടി പോകുന്നവർക്ക് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു തെരുവിന്റെ തുറസായ സ്ഥലത്തേക്ക് ചാഞ്ഞു കിടക്കുന്നതോ ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കുന്നതോ ആയ ഏതെങ്കിലും വേലിയോ മരമോ മുറിച്ചു വെട്ടി മാറ്റുന്നതിനും എന്ത് വേണ്ട, നോട്ടീസ് വേണ്ട എന്നാണ് സബ് ക്ലോസ് ബിയിൽ പറയുന്നത്. ഇനി സബ് ക്ലോസ് സിയിൽ പറയുന്നത് പൊതു റോഡുകളിലും ജലപാതകളിലും ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കുന്ന തരത്തിൽ വീണുകിടക്കുന്ന മരങ്ങൾ നീക്കം ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇതിനും എന്ത് വേണ്ട, നോട്ടീസ് നൽകി ഉടമയെ ബോധ്യപ്പെടുത്തേണ്ടതില്ല. ഇനി സെക്ഷൻ 239 പോകുന്നത്. ഇവിടെ പഞ്ചായത്തിന്റെ വിപുലമായ പ്രവർത്തന പരിധിയാണ് പ്രഖ്യാപിക്കുന്നത്. പൊതുജനങ്ങളുടെ പാർപ്പിടം, ആരോഗ്യം, ഭൂമിയുടെ സൗകര്യപ്രദമായ ഉപയോഗം, നാച്ചുറൽ യൂസ് ഓഫ് ലാൻഡ്, കെട്ടിട നിർമ്മാണം, റെസിഡൻഷ്യൽ പ്ലോട്ടുകളുടെ ഡെവലപ്മെന്റ്, ഇങ്ങനെ നമ്മുടെ സ്വൈര്യ ജീവിതത്തിന് അനിവാര്യമായ എല്ലാ മേഖലകളിലും പഞ്ചായത്തുകൾക്ക് പരിപൂർണമായ അധികാരമാണ് നൽകിയിരിക്കുന്നത്. സെക്ഷൻ 239 സബ്സെക്ഷൻ 1 പ്രകാരം നിയമം വഴി പഞ്ചായത്തിന് നൽകിയിട്ടുള്ള എല്ലാ അധികാരങ്ങളും ഒരു പഞ്ചായത്ത് വിനിയോഗിക്കുകയും നിർവഹിക്കുകയും ചെയ്തിരിക്കണം. കാരണം ഇത് വിനിയോഗിക്കാൻ മറ്റൊരു ഏജൻസി ഇല്ല എന്നതുകൊണ്ട് തന്നെ പഞ്ചായത്തിന് ഒഴിഞ്ഞു മാറാനാകില്ല. അടുത്ത സബ്സെക്ഷനിൽ പറയുന്നത് പഞ്ചായത്തിന് അതിനെ ഏൽപ്പിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ അധികാരമുണ്ടായിരിക്കും എന്നാണ്. എന്നുവെച്ചാൽ സന്ദർഭം അറിഞ്ഞ് പ്രവർത്തിക്കണം എന്ന്. അടുത്ത സബ്സെക്ഷനാണ് പ്രധാനം. ഇത് അയൽക്കാരിൽ നിന്നും ഉണ്ടാകുന്ന ശല്യങ്ങളെക്കുറിച്ചാണ്. അയൽക്കാരെ ശല്യം ചെയ്യുന്നവർക്ക് നോട്ടീസ് നൽകി ആ ശല്യം അവസാനിപ്പിക്കാൻ പഞ്ചായത്തിന് അധികാരമുണ്ട്. ഇവിടെ ശല്യം എന്ന് പറയുമ്പോൾ ശബ്ദശല്യമാകാം, മാലിന്യം ഒഴുക്കുന്നതാകാം, മരം വളർത്തുന്നതാകാം, മൃഗങ്ങളെ വളർത്തുന്നതാകാം, കാറ്റും വെളിച്ചവും തടയുന്നതാകാം, ഇങ്ങനെയുള്ള എല്ലാ ശല്യങ്ങളും ആകാം. തുടർന്ന് നിയമത്തിൽ പറയുന്നു, അയൽക്കാരനിൽ നിന്നുള്ള ശല്യങ്ങൾ എന്നതിൽ ഇനി പറയുന്നവയെല്ലാം ഉൾപ്പെടും. വൃത്തിഹീനമായ അവസ്ഥകൾ, ഏതെങ്കിലും ഡ്രെയിനേജ്, മാലിന്യം അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം, മയിൽ, പന്നി, കുരങ്ങ് തുടങ്ങിയ കാട്ടുമൃഗങ്ങളുടെയോ ദോഷകരമായ സസ്യങ്ങൾ നട്ടുവളർത്തുന്നതോ പാമ്പ് പോലുള്ള വിഷമുള്ള ഉരകങ്ങളുടെയോ പട്ടി, പൂച്ച തുടങ്ങിയ ദോഷകരമായ മൃഗങ്ങളുടെയോ തേനീച്ച, കടന്നൽ തുടങ്ങിയ പ്രാണികളുടെയോ സാന്നിധ്യം, ഇവയിൽ അത് ആരുടെ കൈവശത്തിൽ നിന്നാണോ ഉണ്ടാകുന്നത് അയാൾക്ക് നോട്ടീസ് നൽകണം. ആ അറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്ന ന്യായമായ കാലയളവിനുള്ളിൽ ശല്യം പരിഹരിക്കുന്നതിന് പഞ്ചായത്തിന് അധികാരമുണ്ട്. അതുപോലെ പൊതുജന ആരോഗ്യത്തിന് അപകടകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഏതെങ്കിലും അരുവി, കിണർ, കുളം അല്ലെങ്കിൽ പാറമട എന്നിവയിലെ വെള്ളം ഉപയോഗിക്കുന്നത് നിരോധിക്കാൻ പഞ്ചായത്തിന് അധികാരമുണ്ട്. ജലസ്രോതസ്സുകളിൽ നിന്നും കന്നുകാലികളെ നനയ്ക്കുന്നതോ കുളിക്കുന്നതോ കഴുകുന്നതോ നിയന്ത്രിക്കാനോ നിരോധിക്കാനോ ഉള്ള അധികാരം പഞ്ചായത്തിനുണ്ട്. ഹൈക്കോടതി പരിശോധിക്കുന്ന ഈ ഹർജിയിൽ കാട്ടുമരങ്ങളും കാടും പുല്ലും വളർന്ന് വിഷജീവികൾക്ക് കൂടൊരുക്കാൻ കഴിയുന്നു എന്നതാണ് സാഹചര്യം. ഇത് വസ്തു ഉടമയ്ക്ക് നോട്ടീസ് കൊടുത്ത് ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ അപകടാവസ്ഥ കണക്കിലെടുത്ത് നോട്ടീസ് കൊടുക്കാതെയും ചെയ്യാം. അനിവാര്യമായ സാഹചര്യത്തിലാണെങ്കിൽ നോട്ടീസ് വേണ്ട എന്നാണ് നിയമം പറയുന്നത്. കാട് വെട്ടി നീങ്ങുന്ന ചെലവ് റിക്കവറി ചെയ്തെടുക്കണം എന്നും പറയുന്നുണ്ട്. ഹൈക്കോടതി ഇങ്ങനെ പറയുന്നു, ഇവിടെ വസ്തു ഉടമയെ പഞ്ചായത്തിന് അറിയില്ല എന്ന് പറഞ്ഞ് കാര്യം വൈകിപ്പിക്കുന്നു. ഈ നിഷ്ക്രിയത്വം കാരണം ഹർജിക്കാരന്റെ ജീവൻ അപകടത്തിലാണ്. അത്തരം സാഹചര്യത്തിൽ
നിയമത്തിന്റെ സങ്കീർണതയേക്കാൾ സാമാന്യ ബുദ്ധി ഉയർന്നു നിൽക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിശബ്ദ കാഴ്ചക്കാരായി മാറി നിൽക്കാൻ കഴിയില്ല എന്ന് കോടതി പറയുന്നു. ഈ സാഹചര്യത്തിൽ ഹർജിക്കാരന്റെയും മാതാപിതാക്കളുടെയും ജീവന് ഭീഷണിയുണ്ട്. അതിനാൽ പരാതിക്കാരൻ തന്റെ തൊട്ടടുത്തുള്ള വസ്തുവിൽ പറഞ്ഞിരിക്കുന്ന ശല്യം വസ്തുവിന്റെ ഉടമയെ അന്വേഷിക്കാതെ തന്നെ പഞ്ചായത്ത് ഉടൻ തന്നെ നീക്കം ചെയ്യണമെന്നും അങ്ങനെ ചെയ്യുന്നതിനുള്ള ചെലവ് യഥാർത്ഥ ഉടമയിൽ നിന്നും ഈടാക്കണമെന്നും കോടതി തീർച്ചപ്പെടുത്തുന്നു. ഇനി പറയുന്നത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും ബാധകമായ കോടതി നിർദ്ദേശമാണ്. ഇങ്ങനെയുള്ള ഏതെങ്കിലും പരാതികൾ പഞ്ചായത്തിന് ലഭിച്ചാൽ അധികാരപരിധിയിലുള്ള ഗ്രാമപഞ്ചായത്ത് വേഗത്തിൽ നടപടിയെടുക്കണമെന്നും വസ്തുവിന്റെ ഉടമയെ അറിയില്ലെങ്കിൽ പഞ്ചായത്ത് അത്തരം ശല്യം സ്വയം നീക്കം ചെയ്യണമെന്നും തുടർന്ന് യഥാർത്ഥ ഉടമയെ കണ്ടെത്തി അയാളിൽ നിന്ന് ചെലവ് ഈടാക്കിയെടുക്കണമെന്നും പ്രഖ്യാപിക്കുന്നു. ഈ നിർദ്ദേശങ്ങൾ കേരള സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ബാധകമാണ്. These directions are binding on all local self-government institutions in the state of Kerala എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പഞ്ചായത്ത് പരാതി കണ്ടില്ല, കേട്ടില്ല, ഫണ്ടില്ല, വണ്ടിയില്ല, മിണ്ടില്ല, വേണമെങ്കിൽ കോടതിയിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ പണി കിട്ടും. അത് കോർട്ട് അലക്ഷ്യമായി തീരും. 2026 മെയ് 29 വിധിയാണ് ഇത്. ഈ വിധി ആരംഭിച്ചത് ഇങ്ങനെയാണ്. ഈ ജൂണിൽ കേരളം പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ പത്രങ്ങൾ പ്രതീക്ഷയുടെ കഥകൾ കൊണ്ട് മാത്രമല്ല, സ്കൂൾ കുട്ടികളും മുതിർന്നവർ പോലും മിക്കവാറും എല്ലാ ദിവസവും പാമ്പുകടിയേറ്റ് മരിക്കുന്നതിൻ്റെ ഹൃദയഭേദകമായ റിപ്പോർട്ടുകൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. ഇതിന് പ്രധാന കാരണം റെസിഡൻഷ്യൽ ഏരിയകളിലെ കാട്ടുചെടികളും ഉയരമുള്ള പുല്ലും നിറഞ്ഞ ആളൊഴിഞ്ഞ പ്ലോട്ടുകളാണ്. അവ നിശബ്ദമായി പാമ്പുകളുടെ പ്രജനന കേന്ദ്രമായി മാറുന്നു. ഇതൊരു പൊതു സുരക്ഷാ അടിയന്തരാവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള ശല്യങ്ങൾ ഇല്ലാതാക്കുന്നതിന് ഗ്രാമപഞ്ചായത്തുകൾക്ക് സുപ്രധാനമായ പങ്കുണ്ടെന്നാണ് കോടതി കരുതുന്നത്. പഞ്ചായത്തിന്റെ അനാസ്ഥ കൊണ്ടുണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾക്ക് പഞ്ചായത്ത് തന്നെ മറുപടി പറയേണ്ടി വരും. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോ ഷെയർ ചെയ്ത് സഹായിക്കുമല്ലോ. താങ്ക് യു. ദിസ് ഈസ് ലീഗൽ പ്രിസം ലവ് മേഡീസ്.